ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുള്ളത് 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം 3:30 ആയി. ഞാൻ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോകാനുണ്ട്. ജബാർക്ക ഇന്ന് വരികയാണ് കല്യാണത്തിൻ്റെ ഇതിൽ. അങ്ങനെ പിന്നെ ജസുവിനൊക്കെ എഴുന്നേൽപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി വന്നു കഴിഞ്ഞാൽ നേരെ പോകാമല്ലോ, എഴുന്നേൽപ്പിച്ചിട്ട് വേഗം പോകാമെന്ന് കരുതി. ഇപ്പോൾ കാണിച്ചിരുന്ന ക്ലിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലിപ്പാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ തട്ടത്തിന് പിൻ ചെയ്തതിന് ശേഷം ഹെയറിന് ക്ലിപ്പ് ചെയ്ത് വെക്കലാണ്. അതുകൊണ്ട് തന്നെ തട്ടം ബാക്കോട്ടേക്ക് വീഴുകയോ അതുപോലെ തന്നെ തെന്നിപ്പോയി ഒന്നും ചെയ്യില്ല. ആടെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ തലയിൽ നിൽക്കും. അപ്പോൾ അതെനിക്കൊരു നല്ലൊരു യൂസ്ഫുൾ ആട്ടോ അത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തട്ടൊക്കെ പിൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ വണ്ടി മെയിൻ റോഡിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജബാർക്കാനെ കൂട്ടാൻ വേണ്ടിക്കുള്ള വണ്ടി. അപ്പോൾ വാടിക്കലിന് ജബാർക്കാരുടെ വീട്ടിൽ നിന്ന് ഉമ്മയും അതുപോലെ തന്നെ പെങ്ങളെ ഒരു മോനും വരുന്നുണ്ട്. പെങ്ങളെ മോനെ അയക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വരണ്ടേ, അങ്ങനെ പിന്നെ ഉമ്മയും കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് മോശമായതുകൊണ്ട് തന്നെ നമ്മളെ റോഡ് കീഴുമ്പം തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. കാരണം റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒന്നും മുറ്റത്തേക്ക് എത്താറില്ല. സാധാരണ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാറില്ല, മുറ്റത്ത് തന്നെയാണ് എത്താറുള്ളത്. അങ്ങനെ പിന്നെ റൂട്ടിലേക്ക് പോയി വണ്ടിയൊക്കെ കയറി ഇതേണ്ടത് എയർപോർട്ടിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. ജബാർക്കാനെ പോലെ ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഇറങ്ങിയാന്ന്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ജബാർക്കയല്ല. സാധാരണ നമ്മളെപ്പോൾ ലേറ്റായിട്ടാണ് വരാറുള്ളത് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ജബാർക്കയാന്ന് വിളിക്കാറുള്ളത്. ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളെ വെയിറ്റ് ചെയ്യാറാണ് പതിവ്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് എപ്പോൾ ലേറ്റ് ആവാറാണ്. ബട്ട് ഇന്ന് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജബാർക്ക പുറത്തിറങ്ങി ഇങ്ങനെ പറയുന്നു, എന്തിനാ നേരത്തെ വന്നത്, കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയില്ലേ എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലൊക്കെ കയറി നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ജബാർക്ക ഒന്നും കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ. അപ്പം വന്നപാട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്കുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മളാരും വേറൊന്നും കഴിച്ചിട്ടില്ല, ചായയാണ് കുടിച്ചത്. ജബാർക്ക പൂരിയൊക്കെ കഴിച്ചു. കാരണം ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ തന്നെയാണ് ഫുഡ് കഴിക്കാനേ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഞാൻ ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അര ഗ്ലാസും കൂടി ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടുന്ന് ആദ്യം ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് ജബാർക്കാരുടെ വീട്ടിലേക്ക് പോയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. എനിക്ക് പയങ്ങാടിയിൽ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ബ്യൂട്ടി പാർലറിൽ പോയി ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി ഫുള്ളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ജബാർക്കാനെ കോൾ ചെയ്യുക ചെയ്തത്. എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരീന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജബാർക്ക വന്ന് ഒരു ചായയും കല്ലുമ്മക്കായൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ടേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ടായി. ഇന്ന് നമ്മളെ പരിപാടിൻ്റെ ഡേ 4 ആണ്. ഇതിനു മുമ്പ് കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 2-3 വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് എൻ്റെ ഫാദർ, മൈ ഡാഡ്. അതുപോലെ തന്നെ അതാണ് നമ്മളെ ബ്രൈഡ്, എൻ്റെ അനിയത്തി. അങ്ങനെ നമ്മളെ ഫാമിലിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഫർദയല്ല. നമുക്ക് ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഫർദ. എന്തില്ലെങ്കിൽ നമുക്ക് ഫർദ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫർദയാണ് നൈറ്റ്. എന്താ പറയുക, അറബിക് നൈറ്റ് ആകുമ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിൽ ഇവൾക്ക് മാത്രമേ അറബിക് നൈറ്റിൻ്റെ ഡ്രസ്സ് നമ്മൾ റെൻറ്റിനെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മളങ്ങനെ ഫാമിലി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ജസുവും പറഞ്ഞു എൻ്റെയും കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെയും കൂടി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് കസിൻ്റെ മോനാണ് കേട്ടോ. അവനാണെങ്കിൽ ഇന്ന് ശീലം നല്ല മോശമായിരുന്നു, ഫുള്ള് കരച്ചിലായിരുന്നു. ഫോട്ടോ എടുക്കാൻ തീരെ വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മറ്റുള്ളവരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവൻ എൻ്റെ കയ്യിലായിരുന്നു. കരച്ചിലായിരുന്നു, ഭയങ്കര ശീലം പടക്കായിരുന്നു. ഉമ്മ എടുക്കണം എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരുടെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുക ചെയ്തത്. അങ്ങനെ പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലീസായിട്ട് കേട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അതേപോലെ ഡ്രസ്സ് ഇട്ടതല്ലേ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ബൈ.